ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്ന ടോപ്പിക് എന്താണെന്നറിയാവോ? ഇന്നലകളെക്കുറിച്ചാണ് കേട്ടോ. ഇന്നലകളെന്ന് വെച്ചാൽ നമ്മളെ പാസ്റ്റ് ഓർത്ത് വിഷമിക്കാത്ത ആരും തന്നെ ലോകത്തുണ്ടാവില്ല അല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ പാസ്റ്റ് വേദനകൾ കടന്നു വരുമല്ലേ? അപ്പോഴൊക്കെ നമ്മൾ ദുഃഖിച്ചിരിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് നമ്മളെ പാസ്റ്റ് ഓർക്കുക? എന്ത് തന്നെയായാലും അത് ഓർത്ത് പിന്നെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് തിരിച്ച് പാസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല അല്ലയോ? തിരിച്ചു പോകാൻ പറ്റാത്തിടത്തേക്ക് എന്തിനാ നമ്മൾ ചിന്തിക്കുന്നത്? എന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? എന്തിനാ അതോർത്ത് സങ്കടപ്പെടുന്നത്? എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവം അല്ലേ? എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. സത്യം, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പണ്ടൊക്കെ ഞാൻ എൻ്റെ പാസ്റ്റ് ഓർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുമുണ്ട്. അന്നൊക്കെ ഞാൻ ചിന്തിക്കും, എനിക്ക് മാത്രമോ ഇങ്ങനത്തെ ഒരു പാസ്റ്റ്, അതാ എല്ലാവർക്കും ഉണ്ടോ എന്ന്. പിന്നെ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് ഒരുപാട് പേരെടുത്ത് സംസാരിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ദുഃഖിച്ചിട്ട് യാതെങ്കിലും കാര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് ഫ്യൂച്ചറും അല്ലേ? ഫ്യൂച്ചർ എന്താകും എന്നുള്ളത് ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യം അത് വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. നമ്മളെ പാസ്റ്റ് കഴിഞ്ഞു പോയി, നമുക്കൊന്നും തന്നെ തിരുത്താൻ കഴിയില്ല നമ്മുടെ പാസ്റ്റിനെ, അല്ലയോ? പിന്നെ നമ്മൾ എന്തിനാ അത് ഓർത്ത് ദുഃഖിക്കണം? അതുപോലെ തന്നെ ഒരു ചീത്ത സ്വഭാവമാണ് ഒരു ശവത്തെ തോണ്ടി എടുക്കുന്നത് പോലെയാണ് നമ്മളെ പാസ്റ്റ്. ഇനി നമ്മളത് ഓർക്കണോ? വേണ്ട, അത് പോട്ടെ അല്ലേ? നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ പാസ്റ്റ് അങ്ങ് മറന്നേക്കുക. എന്ത് തന്നെ ആയാലും പിന്നെ നമ്മളുടെ ഇന്നത്തെ പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് അതിനെ കൊണ്ടുവരാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. ചില ആൾക്കാർക്ക് മറ്റുള്ളവരുടെ പാസ്റ്റ് തോണ്ടി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് തോണ്ടിയെടുക്കുകയും അതിൽ ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അവരോടൊപ്പം സഹകരിക്കാതിരിക്കുക. കാര്യം അവർ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്കുണ്ടായിരുന്ന സന്തോഷത്തെ ഇല്ലാതാക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കുക. മറ്റുള്ളവരുടെ പാസ്റ്റ് നമ്മളും ഡിഗ് ചെയ്യാതിരിക്കുക. അത് അവർക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുക്കുക. നമ്മളതിൽ ഇടപെടാതിരിക്കുക. അതുപോലെ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ജീവിക്കാൻ പഠിക്കുക. പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുമ്പോൾ നമുക്ക് അപ്പോഴപ്പോഴുള്ള സന്തോഷം അത് ആ രീതിയിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് ഒരുപാട് സന്തോഷം നമ്മളിൽ ഉണ്ടാക്കുന്നു. ഇനി എങ്ങനെയാണ് പ്രസൻറ്റ് മൊമെൻറ്റ് അനുഭവിക്കുക എന്ന് ചോദിച്ചാൽ പറയട്ടെ, ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയട്ടെ. രാവിലെ ഉള്ള ആ ഒരു പ്രസൻറ്റ് മൊമെൻ്റ് ഉണ്ടല്ലേ, രാവിലെ ഉറക്കം എണീറ്റാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ട്. രാവിലെ പൂക്കളും ചെടികളും ഒക്കെ ഉള്ളവരുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ രാവിലെ വന്ന് നോക്കുമ്പോൾ ഈ ഡ്യൂ ഡ്രോപ്സ് തങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? റോസയുടെ പുറത്തും ചെടികളുടെ പുറത്തും പൂക്കളുടെ പുറത്തും ആ മഞ്ഞിൻ്റെ ചെറിയ കണങ്ങൾ അതിൽ കാണും. അതിനെ ഒന്ന് തട്ടുക. ഇത് തട്ടുമ്പോൾ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് തോന്നും അല്ലേ? ആ ഒരു അനുഭവം അതൊരു പ്രസൻറ്റ് അനുഭവമാണ്. പിന്നെ നമ്മൾ ചെയ്താൽ അതുണ്ടാകില്ല. അപ്പോൾ അതിൻ്റെ ആസ്വാദനം അനുഭവിച്ചോ? അത് കഴിഞ്ഞ് ആ ചെറിയ ഡ്യൂ ഡ്രോപ്സ് തങ്ങി നിൽക്കുന്ന റോസാപ്പൂവിൽ, പകുതി വിരിഞ്ഞ റോസാപ്പൂവിൻ്റെ അകത്തും ഈ ഡ്യൂ ഡ്രോപ്സ് തങ്ങി നിൽക്കും. അതിനെ ഒന്ന് തട്ടി നോക്കുക, സാവധാനം അതനുഭവിക്കുക. അതും പ്രസൻ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസം, നമ്മളെ ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കുക. കണ്ണടച്ചിരിക്കുക 1 മിനിറ്റ്. എന്നിട്ട് ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുക. ഒരു ചെറിയ തണുപ്പ് നമ്മുടെ നാസാരന്ധ്രങ്ങളിൽ കൂടി നമ്മുടെ ലങ്സ് വരെ പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാം. ആ ഫീലിംഗാണ് പ്രസൻറ്റ് മൂമെൻറ്റ്. എന്തൊരു സുഖമാണെന്നറിയാമോ? നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പ്രസൻറ്റ് ടൈം, പ്രസൻറ്റ് മൂമെൻറ്റ് നമ്മൾ അനുഭവിക്കുന്നത് ആസ്വദിക്കൂ. സോ ലിവ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ഫർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് ഡോണ്ട് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. Thank you for watching and see you soon with another vlog. Till then, bye for now. Bye. Take care.